ഹലോ ഫ്രണ്ട്സ്, ദിയാസ് നാച്ചുറൽസിൽ നിന്നാണ്. നമ്മൾ ഇന്നലെ ഷെയർ ചെയ്ത വീഡിയോയിൽ നമ്മൾ ബാത്ത് പൗഡറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ചേർക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പ്രോസസ്സാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇത് ഒരു അരമണിക്കൂർ തന്നെ ഊറാൻ വയ്ക്കും. അതിൽ ഞാൻ മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും കല്ലുപ്പും ചേർത്തിട്ട് ഒരു അരമണിക്കൂറോളം ഊറാൻ വയ്ക്കും. ഇതിൽ നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഊറാൻ വെക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വന്നിട്ട് കെമിക്കലൊക്കെ ചേർത്ത് വരുന്നതായിരിക്കും. അതുകൊണ്ട് കൊണ്ടാണ് നമുക്ക് ആ സംശയം വേണ്ട എന്നുള്ളതുകൊണ്ട് ഒരു അരമണിക്കൂർ നല്ലോണം ഉപ്പിലും മഞ്ഞത്തൂളിലും ഇട്ട് ഊറാൻ വെക്കുമ്പോൾ അത് കുറച്ചെങ്കിലും കുറഞ്ഞ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സൺലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഡയറക്റ്റായിട്ട് ഞാൻ സൺലൈറ്റിൽ വന്നിട്ട് വെക്കില്ല. ഒരു മോർണിംഗ് ഉള്ള ഇളം വെയിലാണ് ഞാൻ ഉണങ്ങാൻ വയ്ക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഉണങ്ങി കിട്ടുമ്പോൾ ഒരു 7 തൊട്ട് 10 ദിവസം ആവും. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ബാത്ത് പൗഡർ നമുക്ക് വന്നിട്ട് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക്